കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവി ഇനി പാലോട് രവി അല്ല, പാടല്ലേ രവിയാണ്. ഓടിക്കൊണ്ടുവന്ന് എല്ലാവരോടും എണീറ്റ് നിൽക്കാൻ പറയുന്നു, എന്നിട്ട് അങ്ങോട്ട് കൈകൊട്ടി പാടുകയാണ്. ഈ പാലോട് രവിയുടെ നാടായ പാലോടൊക്കെ നല്ല ഭജനപ്പാട്ടുകാരുള്ള സ്ഥലമാണ്. രാഷ്ട്രീയമായി കോൺഗ്രസ്സിന് കേരളത്തിൽ ഒരു ഗുണവും ഉണ്ടാക്കി കൊടുക്കാത്ത ഒരു കലാപരിപാടിയായിരുന്നു KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കൂടി നയിച്ച സമരാഗ്നി എന്ന ജാഥ. ഗുണമുണ്ടായില്ല എന്ന് മാത്രമല്ല, അത് വലിയ ദോഷം പല ഘട്ടങ്ങളിലും പാർട്ടിക്ക് ഉണ്ടാക്കുകയും ചെയ്തു. സുധാകരൻ്റെ മൈ ഡിയർ പ്രയോഗമടക്കം, മൈക്കിന് വേണ്ടിയിട്ടുള്ള കടിപിടിയടക്കം, പലയിടങ്ങളിലും ആളുകളെ ആകർഷിക്കാൻ കഴിയാത്തതടക്കം, സമരാഗ്നി ജാഥ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിന് നേരെ വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നതായി മാറി. അതിൻ്റെ സമാപനമാണെങ്കിൽ അതിനേക്കാൾ കലാപരം. ഒരു വലിയ ചടങ്ങിൽ കോൺഗ്രസ്സിന് വിരലിലെണ്ണാവുന്ന മുഖ്യമന്ത്രിമാരാണ് ദേശീയ തലത്തിലുള്ളത്. അതിലൊരു മുഖ്യമന്ത്രി, വലിയ പോരാട്ടത്തിലൂടെ കോൺഗ്രസ്സിന് ഒരു സംസ്ഥാനം നേടിക്കൊടുത്ത നേതാവ്, അങ്ങനെ ഒരാൾ കൂടി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ ഒരു ദേശീയ ഗാനം ആലപിക്കേണ്ടി വരുമെന്നും, അങ്ങനെ അത് ആലപിക്കേണ്ടി വന്നാൽ അതിനായി ഒരു പെൻഡ്രൈവെങ്കിലും തയ്യാറാക്കി വയ്ക്കണമെന്നും ചിന്തിക്കാൻ കഴിയാത്ത സംഘടനാ പ്രവർത്തനത്തെ എന്തു സംഘടനാ പ്രവർത്തനമെന്നാണ് വിളിക്കേണ്ടത്? പാലോട് രവി ഓടിക്കയറി വന്ന് എല്ലാവരും എണീറ്റ് നിൽക്കൂ എന്ന് പറഞ്ഞ് ദേശീയ ഗാനം തെറ്റിച്ച് പാടിത്തുടങ്ങുമ്പോൾ അവിടുത്തെ സിദ്ദിഖിൻ്റെ ഇടപെടൽ, പിന്നെ മൊത്തത്തിലുണ്ടാകുന്ന പരിഭ്രമം, ഒടുവിൽ ഒരു KPCCയുടെ വനിതാ ജനറൽ സെക്രട്ടറി ഓടി വന്ന് ദേശീയ ഗാനം പാടുന്നു. അതുതന്നെയും ദേശീയ ഗാനം പാടേണ്ട രീതിയിലാണോ പാടിയത് എന്ന് ചോദിച്ചാൽ അങ്ങനെയുമല്ല. അപ്പോൾ മൊത്തത്തിൽ ദേശീയ ഗാനത്തെയും അപമാനിക്കുന്ന തരത്തിൽ കോൺഗ്രസിൻ്റെ ഒരു വലിയ പരിപാടി എന്ന് ഇവർ കൊട്ടിഘോഷിച്ചത് മാറുന്ന കാഴ്ച ദയനീയമായി കേരള ജനത കണ്ടു. ഇപ്പോൾ DCC പ്രസിഡന്റ് പാലോട് രവി ദേശീയ ഗാനം തെറ്റിച്ച് പാടിയതിനെക്കുറിച്ചാണ് എല്ലാവരും വിമർശിക്കുന്നതും ട്രോളുകൾ ഇറങ്ങുന്നതും. പാലോട് രവി ആ വരികൾ ഉപയോഗിച്ചത് നമ്മുടെ ദേശീയ ഗാനത്തിൻ്റെ അവസാന ഘട്ടത്തിലുള്ള വരികളാണത്. മനുഷ്യ സഹജമായി തെറ്റുകൾ പറ്റാം, പക്ഷേ അങ്ങനെ ദേശീയ ഗാനം തെറ്റിച്ച് ആലപിച്ച് തുടങ്ങി എന്നുള്ളതിനപ്പുറം പാലോട് രവി ചെയ്ത വലിയൊരു പാതകമുണ്ട്. അത് ദേശീയ ഗാനം കൈകൊട്ടി പാടി എന്നുള്ളതാണ്. ശരിക്കും ദേശീയ ഗാനം പാടുമ്പോൾ അല്ലെങ്കിൽ ദേശീയ ഗാനം കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശങ്ങളായി പുറത്തിറക്കിയിട്ടുണ്ട്. ദേശീയ ഗാനത്തെ ആളുകൾ അപമാനിക്കാതിരിക്കാൻ, അങ്ങനെ അപമാനിച്ചാൽ അതിനെതിരായി കർശന നടപടികൾ സ്വീകരിക്കാൻ ഈ മാർഗനിർദ്ദേശങ്ങളാണ് പലപ്പോഴും വഴികാട്ടിയായിട്ടുള്ളത്. അതിൽ മാസ് സിംഗിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് പൊതുപരിപാടികളിൽ ചിലപ്പോൾ എല്ലാവരും ചേർന്ന് ദേശീയ ഗാനം ആലപിക്കേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് അന്തസ്സോടുകൂടി ഭാരതത്തിൻ്റെ ദേശീയ ഗാനം ആലപിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ ആഭ്യന്തര മന്ത്രാലയം കൃത്യമായ മാർഗനിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ 3-ാമത്തെ ഭാഗത്തിൽ 4-ാമത്തെ ക്ലോസായി ദേശീയ ഗാനം ഈ ഗ്രൂപ്പായി പാടുന്നത് എവിടെയാകണം എന്നുള്ളതൊന്നും നിഷ്കർഷിക്കാൻ സാധിക്കില്ല. രാജ്യത്തിൻ്റെ ഐക്യത്തോടും അഖണ്ഡതയോടും ഭാരതമാതാവിനോടുമൊക്കെയുള്ള ആ കൂറ് പുലർത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു പരിപാടിയിൽ ദേശീയ ഗാനം കൂട്ടായി ആലപിക്കുകയാണെങ്കിൽ അത് ആലപിക്കുന്നത് അന്തസ്സോടുകൂടിയാകണം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ വരികൾ തെറ്റി എന്നുള്ളതിനപ്പുറം അവിടെ ഓടിക്കൊണ്ടുവന്ന്, നമ്മൾ ആ ദൃശ്യങ്ങളിൽ അത് കാണുന്നു, ഓടിക്കൊണ്ടുവന്ന് എല്ലാവരോടും എണീറ്റ് നിൽക്കാൻ പറയുന്നു, എന്നിട്ട് അങ്ങോട്ട് കൈകൊട്ടി പാടുകയാണ്. ഈ പാലോട് രവിയുടെ നാടായ പാലോടൊക്കെ നല്ല ഭജനപ്പാട്ടുകാരുള്ള സ്ഥലമാണ്. അപ്പോൾ ഭജനപ്പാട്ടുകാരാണ് സാധാരണ ഇങ്ങനെ കൈകൊട്ടി പാടുന്നത്. ഈ ഭജനപ്പാട്ടുകാരെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ പാലോട് രവി തയ്യാറായി എന്നുള്ളതാണ് അത് തെറ്റിച്ചു പാടാൻ തുടങ്ങി എന്നുള്ളതിനപ്പുറം ആക്ഷേപകരമായി മാറുന്നത്. സംഘടനാ പ്രവർത്തനത്തിൽ തികഞ്ഞ പരാജയമാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് പാലോട് രവിയുടെ സ്വന്തം നാട്ടിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പർമാരും അടക്കമുള്ളവർ CPM-ലേക്ക് പോയതിന് പിന്നാലെ ഇദ്ദേഹം ഒരു രാജിക്കത്തൊക്കെ നൽകിയിരുന്നു. അന്ന് ആ രാജി സ്വീകരിക്കാതിരിക്കാൻ KPCC പ്രസിഡന്റ് കണ്ട കാരണം അതിഭയങ്കരമായ സംഘാടന മികവ് കാട്ടിയിട്ടുള്ള ആളാണ് പാലോട് രവി എന്നുള്ളതാണ്. ആ സംഘാടന മികവുള്ള ആളാണെങ്കിൽ ഇത്തരത്തിൽ ഒരു വലിയ ചടങ്ങിൽ
ദേശീയ ഗാനം ആലപിക്കേണ്ടി വരുമെന്നും അതിനുള്ള തയ്യാറെടുപ്പുകൾ വേണ്ടി വരുമെന്നും അദ്ദേഹം ചിന്തിക്കാതിരുന്നത് എന്തുകൊണ്ട്? ഇനി ഒരു പെൻഡ്രൈവ് ഇല്ല എന്നാൽ തന്നെ വേറെ ഏതെങ്കിലും ഒരാളിനെ കൊണ്ട് ആ ദേശീയ ഗാനം ആലപിക്കാൻ അദ്ദേഹം സന്നദ്ധനാവാത്തത് എന്തുകൊണ്ട്? അപ്പോൾ ഒരുതരം വിഭ്രാന്തി ബാധിച്ച പോലെയാണ് ആ നേതാവിൻ്റെ മുൻകാല പെരുമാറ്റങ്ങളും. കൊള്ളാവുന്നുള്ള ഒരു യുവ നേതാവിനെ കോൺഗ്രസിന് നഷ്ടപ്പെടുന്നതിന് പോലും കാരണമായത് ഇദ്ദേഹത്തിൻ്റെ ഈ കടും പിടുത്തങ്ങളും അതിഭയങ്കരമായ സംഘാടന മികവുമാണ്. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടിരിക്കുകയാണ് PS പ്രശാന്ത്. നെടുമങ്ങാട് നിന്ന് ആ പ്രശാന്തിനെ അടിച്ചോടിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം നടത്തിയിട്ടുള്ള പരാക്രമങ്ങളെക്കുറിച്ചൊക്കെ അന്നാട്ടുകാർക്ക് നന്നായി അറിയാവുന്നതാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ പാലോട് കോൺഗ്രസിൽ നിന്ന് കൂട്ടക്കൊഴിച്ചിലാണ്. ഈ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പർമാരും പോയതിനു പിന്നാലെ കഴിഞ്ഞ ദിവസവും പ്രധാനപ്പെട്ട ഒരുപാട് നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് CPM-ൽ ചേർന്നിരിക്കുന്നു. അപ്പോഴും മികച്ച സംഘാടകൻ എന്നുള്ള നിലയിൽ തിരുവനന്തപുരത്ത് ഇദ്ദേഹത്തെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുകയാണ് സുധാകരനും സതീശനുമൊക്കെ. എന്ത് സംഘാടന മികവാണ് ഇദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷം തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ വെള്ളാറിൽ കോർപ്പറേഷൻ വാർഡിൽ ഉള്ള വോട്ടുകൾ കൂടി ചോർന്നു പോയി. 200 വോട്ടാണ് അവിടെ ചോർന്നു പോയത്. കഴിഞ്ഞ തവണ 700 വോട്ടുണ്ടായിരുന്നിടത്ത് ഇത്തവണ 553 വോട്ടാണ് നേടാനായത്. സംഘാടന മികവ്. അതുമാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഇദ്ദേഹം പ്രതിനിധീകരിച്ചിരുന്ന നിയമസഭാ മണ്ഡലത്തിൽ നെടുമങ്ങാട്ട് ഈ സമരാഗ്നി വന്നപ്പോൾ പ്രസംഗം കേൾക്കാൻ ആളില്ലായിരുന്നു. VD സതീശൻ പ്രസംഗിക്കുന്ന വേളയിൽ ആ സമരാഗ്നിയുടെ ചടങ്ങ് നടക്കുന്ന ഇടത്ത് ഒഴിഞ്ഞ കസേരകൾ മാത്രമായിരുന്നു. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. VD സതീശൻ പ്രസംഗിക്കുന്ന വേള, അതായത് ജാഥയുടെ ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് അദ്ദേഹം, പ്രസംഗിക്കുന്ന നേരത്തെങ്കിലും ഒരു 10 ആളിനെ അവിടെ കൊണ്ടിരുത്തണ്ടേ? അവിടെ സ്റ്റേജിനകത്തുള്ള ആളുകളുടെ എണ്ണം പോലും ഇപ്പുറത്ത് കസേരകളിൽ ഇല്ല എന്നുള്ളതാണ് ദയനീയമായ അവസ്ഥ. അപ്പോൾ സ്വന്തം മണ്ഡലത്തിൽ പോലും പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിക്ക് ആളെ കൂട്ടാൻ കഴിയാത്ത DCC പ്രസിഡന്റ്. ആ DCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ദേശീയ ഗാനത്തിനൊക്കെ ഇത്രയേ ആദരവ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അത് തെറ്റായി പാടി തുടങ്ങി എന്നുള്ളതിനപ്പുറം അത് എങ്ങനെയാണ് ആലപിക്കേണ്ടത് എന്നുള്ള സാമാന്യ മര്യാദ പോലും അദ്ദേഹം മറന്നുപോയി എന്നുള്ളതാണ്. വേറെ എന്തോ കോൺഗ്രസിൻ്റെ പാട്ടൊക്കെ പാടുന്നത് പോലെ അങ്ങോട്ട് കൊട്ടി പാടാൻ തുടങ്ങുകയാണ്. ജനഗണമന അങ്ങനെ പാടേണ്ടതല്ലെന്ന് പാലോട് രവിക്കൊക്കെ ഒരു ക്ലാസ് കൊടുക്കണം. സുധാകരൻ KPCC പ്രസിഡന്റായി വന്നപ്പോൾ ആദ്യം പറഞ്ഞ ഒരു കാര്യം അതായിരുന്നു, ഈ കോൺഗ്രസ്സുകാർക്കൊക്കെ ഒരു സംഘടനാ ക്ലാസ് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത്. ഇന്ത്യയുടെ ദേശീയ ഗാനത്തെയും ദേശീയ പതാകയെയും ഒക്കെ ആദരിക്കേണ്ടതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കേണ്ടവർ കോൺഗ്രസ്സുകാരാണ് എന്നുള്ള സാമാന്യ തിരിച്ചറിവ് പോലും നഷ്ടപ്പെട്ടു പോയ പാലോടന്മാർ ഇനി അവർ പാലോട് രവിയല്ല, പാടല്ലേ രവിയാണ് എന്ന്. അതെ, പാടല്ലേ പാടല്ലേ എന്നായിരുന്നല്ലോ ശരിക്കും സിദ്ദിഖ് പുറകെ നടന്ന് വിളിച്ചുകൊണ്ട് നടന്നത്.